ചെറിയമ്മ ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇതുണ്ടോ നല്ല മഞ്ഞത്തെച്ചി. പിന്നെ ഇവിടെ അല്ല, നമുക്ക് മേലേക്ക് ഒരു കുന്നുമാരിയുള്ള സ്ഥലമുണ്ട്. അവിടെ പോയാൽ നല്ല രസമാണ്. അവിടെ കെട്ടിച്ചും തെങ്ങും കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പോയി കാണാം. നമ്മുടെ കുട്ടിച്ച ഇവിടെ കുറേ തെങ്ങും കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മേലെ എത്തിയപ്പോൾ തൊട്ടടുത്ത തൊടിയിലുള്ളതാണ് നമ്മൾ മുള്ളംപന്നിയുടെ വീട് കാണിച്ചു തരാം. മുള്ളംപന്നിയുടെ ഗുഹ. മുള്ളംപന്നിയുടെ മുള്ള് നിറയെ കിടക്കുന്നുണ്ട്. കുഞ്ഞു മുള്ളുകളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് വലുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. എന്നിട്ട് ആ കുഞ്ഞു മുള്ളൊന്നും എടുത്ത് കൈ പിടിക്കും. കണ്ടുവോ? ചെറിയ മുള്ളുകൾ ഇതാ ഈ ഇതിന് ചുറ്റും കിടക്കുന്നുണ്ട്. നിറയെ കിടക്കുന്നുണ്ട്. മേലെത്തിയപ്പോൾ ഇതാ നിറയെ പപ്പായ പഴുത്ത് വെക്കണു. കുട്ടിച്ചനും ചെറിയുമ്പോൾ അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മുടെ അനിയട്ടൻ അത് പൊട്ടിക്കാനുള്ള ഒരു വടി ഉണ്ടാക്കുകയാണ്. കിട്ടുമോന്ന് നോക്കാട്ടോ. നല്ല പഴുത്തുന്നു. അപ്പം നമ്മുടെ അനിയട്ടൻ ഇതാ ഒരു ചീമക്കൊന്നയുടെ ഒരു കൊമ്പ് ഒടിച്ചിട്ട് കാട്ടുവള്ളിയൊക്കെ എടുത്ത് കെട്ടുണ്ട്. ഇനി താത്തയ്ക്ക് വീട്ടിൽ പോയി എടുത്തു തരാനുള്ള ക്ഷമയില്ല. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അത് കിട്ടുമോ നോക്കട്ടെ. കണ്ടില്ലേ, ഞങ്ങളിത് അത്രയും ദൂരെയാണ് വന്ന് നിൽക്കണത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കാറൊക്കെ എടുത്ത് തരാൻ വയ്യ, കയറി ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഈ പപ്പായ പൊട്ടിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് തന്നെ പോകണം. നമ്മുടെ അനിയേട്ടൻ പപ്പായ പൊട്ടിക്കുന്ന ശ്രമത്തിലാണ്. ഇതോ താഴത്തേക്ക് ഇതാ വീണു. എല്ലാതും പഴുത്തിട്ടാട്ടോ നിൽക്കണത്. അയ്യോ, കണ്ടില്ലേ എല്ലാം പഴുത്തുന്നു. അതിൻ്റെ കൊക്ക് കൊണ്ടിട്ട് ഓട്ടേ. നമുക്ക് താഴെ ചെന്നത് ചെത്തിക്കഴിക്കണം. അപ്പം ഇനി ഞങ്ങൾ മേലൊന്നും കാണാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് കിട്ടി. ചെറിയമ്മയെ കുടിച്ചത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. തോട്ടിയൊക്കെ ഉണ്ടാക്കിയതാ 3, 2, 5 പപ്പായ കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ താഴെ പോയി കഴിക്കട്ടെ.